മലേഷ്യൻ യാത്ര ഒരു പൂർണ്ണതയിലെത്താതെയാണ് കേട്ടോ ഞാൻ ആ എപ്പിസോഡിൽ നിർത്തിയത്. പിന്നെ ഷോപ്പും കാര്യങ്ങളും പിന്നെ വേറെ കുറേ വ്ളോഗൊക്കെ ആയപ്പോൾ ഇതിടാൻ വിട്ടതാണ്. ശരിക്കും ഇതിനൊരു എൻഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പാട്ട് കൂടെ അതിനിടണം കേട്ടോ, അപ്പോഴേ ഇതിനൊരു എൻഡ് കിട്ടും. ഇത് ഞങ്ങൾ മറ്റൊരു മാർക്കറ്റിലേക്ക് പോയതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളവിടെ ക്യാബിന് ബുക്ക് ചെയ്തിട്ടാണ് പോയത്. ഞങ്ങൾ എവിടെയോ ഇറക്കി ക്യാബിന് പോയി. അങ്ങനെ ഞങ്ങളെ കമറൂൻ്റെ മോന് തിരഞ്ഞ് വന്ന് ശരിക്കും ഒരു 1.5-2 മണിക്കൂറോളം ഞങ്ങൾ അവിടെ കുടുങ്ങിയിട്ടുണ്ട്. പക്ഷെ ഒരു പേടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ശരിക്കും നമുക്ക് നല്ല സുരക്ഷിതത്വം തോന്നി. വ്യാപാരി വ്യവസായിയുടെ നമ്മളെ മലേഷ്യക്ക് പോരുന്ന ഒരു ടാഗും അതേപോലെ തന്നെ നമ്മളെ ആ ഹോട്ടൽ, ഇത് രണ്ടും കറക്റ്റ് ആയതുകൊണ്ട് നമുക്കൊരു പേടിയൊന്നും തോന്നിയിട്ടില്ലായിരുന്നു. പക്ഷേ അപ്പുറത്ത് കാത്തുനിന്നവർക്ക് അത്യാവശ്യം പേടി തോന്നിയിട്ടുണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ടും പറഞ്ഞിട്ടും. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അവരുടെ കൂടെ ഞങ്ങൾ ഷോപ്പിങ്ങൊക്കെ ചെയ്ത് തുടങ്ങി. ഒരുപാട് ഷോപ്പിംഗ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ഞങ്ങൾ ആ മാർക്കറ്റൊക്കെ വീണ്ടും ശരിക്കും ഒന്നുകൂടെയൊക്കെ കണ്ടു. അങ്ങനെ അതിലേക്ക് അങ്ങനെ ചുറ്റിയടിച്ച് വീണ്ടും ഞങ്ങൾ വന്ന് ഹോട്ടലിൽ. ഇത് രാവിലത്തെ രംഗമാണ് കേട്ടോ കാണുന്നത്. തിരിച്ച് ഞങ്ങൾ പോരണ ആ ദിവസത്തെ ആ ഒരു ഇത് രാവിലെ തന്നെ കറുത്ത ടീഷർട്ടൊക്കെ ഇട്ടിട്ട് എല്ലാവരും കൂടെ ഫോട്ടോഷൂട്ടിനായിട്ട് പോവുകയാണ്. അങ്ങനെ എല്ലാവരും കൂടെ ഒരു ഫോട്ടോ ഉണ്ട് കേട്ടോ. ഫോട്ടോക്ക് ശരിക്കും ഫോട്ടോ ഉണ്ട് ഇതിൽ, പക്ഷേ ഇത് വീഡിയോ ആണ്, പോസ് ചെയ്ത വീഡിയോ ആണ് ഈ കാണുന്നത് കേട്ടോ. എല്ലാവരും കൂടെ ശരിക്കും കിട്ടാൻ വേണ്ടിയിട്ട് ക്ലിയറായിട്ട് ക്യാമറ വെച്ചിട്ട് ചെയ്തതാണ്. നല്ല വെയിലായിരുന്നു കേട്ടോ. രാവിലെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല വെയിലായിരുന്നു. നോക്കാനൊന്നും ശരിക്കും പറ്റിയിരുന്നില്ല. എന്നാലും ഈ ഒരു ഫോട്ടോ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും നന്നായിട്ട് സഹകരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഈ വൈബ്സിൻ്റെ പോസ്റ്ററും പിടിച്ചിട്ട് ഞങ്ങൾ അന്ന് രാവിലെ തന്നെ ആ ഫോട്ടോ എടുത്തു. അതിനുശേഷം വീണ്ടും ഞങ്ങൾ യാത്ര തുടരുകയാണ് കേട്ടോ. പെരിന്തൽമണ്ണ മണ്ഡലവും മങ്കട മണ്ഡലവും മാത്രമായിട്ടൊരു ഫോട്ടോ എടുത്തു കേട്ടോ. അതിനുശേഷം പിന്നെ ഞങ്ങൾ യാത്ര തുടർന്നു. ഈ യാത്ര ഇന്നത്തെ ഈ ഒരു ദിവസം പർച്ചേസിങ്ങിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ജുമുഅക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്കൊരു മസ്ജിദിൽ നിർത്തി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി മസ്ജിദായിരുന്നു. പക്ഷെ ഞങ്ങൾ ലേഡീസൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഹോട്ടലിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും ഞങ്ങൾ എയർപോർട്ടിലേക്കുള്ള യാത്ര തുടർന്നു. അപ്പോൾ കോട്ടയ്ക്കൽ ഇല്ല ഒരാളുടേതായിരുന്നു തോന്നുന്നു ആ ഹോട്ടൽ കേട്ടോ. അങ്ങനെ അവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ പർച്ചേസിന് വേണ്ടി പോയത് കേട്ടോ. അതൊരു വലിയ മാളായിരുന്നു. ശരിക്കും അവിടെ കുറേ സ്ഥലത്ത് കൂടെയൊക്കെ ഞങ്ങൾ നടന്നും ഫോട്ടോ എടുത്തും അങ്ങനെയൊക്കെ ഒരുപാട് നേരം ഞങ്ങൾ അവിടെ ചിലവഴിച്ച് എയർപോർട്ടിലേക്ക് പോകാനുള്ള ആ ഒരു സമയമായപ്പോൾ മാത്രമാണ് കേട്ടോ ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചത്. അങ്ങനെ ഈ യാത്ര ഞങ്ങൾ തിരിച്ചു പോരാൻ എയർപോർട്ടിലേക്കുള്ള യാത്രയാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും പാട്ടും കളിയും ചിരിയൊക്കെ ആയിട്ട് തന്നെയായിരുന്നു ബസ്സിലുള്ള യാത്ര ഉണ്ടായിരുന്നത്. അതിനുശേഷം എയർപോർട്ടിലെത്തിയപ്പോഴാണ് പിന്നെ എല്ലാവരും തിരക്കിലായി തുടങ്ങിയത്. അവനവൻ്റെ ലഗേജുകൾ, സാധനങ്ങൾ ഒരുപാട് പർച്ചേസ് ചെയ്ത ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ലഗേജുകൾ പർച്ചേസ് ചെയ്ത സാധനങ്ങളൊക്കെ ബാഗിലും പെട്ടിയിലൊക്കെ ആക്കാനുള്ള തിരക്ക് കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെ അവിടുത്തെ സമയം പോയത് തന്നെ അറിഞ്ഞില്ല. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി. ഏകദേശം ഇതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഫ്ലൈറ്റിൽ കയറാനുള്ള ടൈമായി. ശരിക്കും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അതൊക്കെ കേട്ടോ. നമ്മളെ ഗൾഫിലേക്ക് ഓരോരുത്തർ വിടല്ലാതെ നമ്മൾ സ്വന്തം നമ്മളെ ലഗേജൊക്കെ കെട്ടി അതും എയർപോർട്ടിൽ വെച്ചിട്ട് അവിടെ നിന്ന് പിന്നെ ഒരുപാട് ആൾക്കാർ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. ഞങ്ങൾ തിരിച്ചും ഹെൽപ്പൊക്കെ ചെയ്യേണ്ടി വന്നു, ഒരു പെട്ടി മറന്നു വെച്ചിട്ട്. അങ്ങനെ ഫ്ലൈറ്റ് യാത്രയാണെങ്കിൽ ഫ്ലൈറ്റിൽ നല്ല യാത്രക്കാരൊന്നും ഒരുപാടുണ്ടായിരുന്നില്ല. നല്ല സ്ഥലം ഉണ്ടായിരുന്നു. ഏത് സീറ്റിൽ വേണമെങ്കിലും ഇരുന്ന് പോരാൻ പറ്റുന്ന രീതിയിലായിരുന്നു. മാറി മറിച്ചൊക്കെ ഇതൊക്കെ ചെയ്തിട്ടാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ നമ്മുടെ കൊച്ചി എയർപോർട്ടിൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഇറങ്ങി. അവിടെ നിന്ന് പിന്നെ ലഗേജൊക്കെ എടുത്ത് നമ്മൾ അപ്പോഴേക്ക് പിന്നെ വീടൊക്കെ ഓർമ്മ തുടങ്ങി. അങ്ങനെ വീട്ടിലേക്കുള്ള യാത്രയായി. തിരിച്ച് ബസ്സിൽ കയറി രാത്രിയിലുള്ള ഭക്ഷണം കഴിച്ച് സമയത്ത് വെച്ചിട്ട് അങ്ങനെ തിരിച്ച് ഞങ്ങൾ പെരിന്തൽമണ്ണയിലേക്കുള്ള യാത്ര എന്ന് പറയാം, നമ്മുടെ വീട്ടിലേക്കുള്ള യാത്ര തിരിച്ചു. വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴാണ് എന്തൊക്കെയാണ് വാങ്ങി കൂട്ടിയതെന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒക്കെ ഒന്ന് പുറത്തെടുത്തു കേട്ടോ. കൂടുതലൊന്നും വാങ്ങിച്ചിട്ടില്ല. ചെറുതായിട്ട് കുട്ടികളെ സോപ്പിടാൻ വേണ്ടി മാത്രം കുറച്ച് സാധനങ്ങളെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വീണ്ടും മലേഷ്യ ഒരു ഓർമ്മയായിട്ട് മാറി. മലേഷ്യ എന്നുള്ള ആ ഒരു നഗരം
കാണാത്തവരൊക്കെ പോയി കാണണം. അടിപൊളിയാണ്, വെറൈറ്റിയാണ്. മലേഷ്യ ശരിക്കും അന്ന് കണ്ട മനോഹരിതയോട് കൂടി തന്നെ മനസ്സിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.